Good morning, all, Good morning, ma'am. and Happy New Year. Good morning. Happy New Year. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ എക്സാമിനേഷൻ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ നോക്കുന്നത് റെഫറൻസ് ചെക്ക് ആണ്. ഓക്കെ, ഈ റെഫറൻസ് ചെക്ക് സാധാരണയായിട്ട് നോർമലി മിക്ക ഓർഗനൈസേഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ നമ്മള് ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ എംപ്ലോയിയുടെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് റെഫറൻസ് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത്. The process of collecting and verifying the criminal record, commercial record, and financial record of an individual is known as reference check. സോ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ക്രിമിനൽ റെക്കോർഡ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഈ റെഫറൻസ് ചെക്കിന് മറ്റു രണ്ട് പേരും കൂടി ഉണ്ട്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നും മറ്റൊന്ന് ആൻസ്റ്റന്റ് ചെക്ക് എന്നാണ്. അപ്പോ these checks are commonly used by the employer to bring out more information about the candidates. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ആ കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് മാച്ച് ചെയ്ത് നോക്കണം. ഇപ്പോ കാൻഡിഡേറ്റ്സിന്റെ കോളേജിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി അവിടെ പഠിച്ചിരുന്നോ, അദ്ദേഹം ആ സമയത്ത് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന് ഉടമയായിരുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിറ്റ്നസ്, ക്യാരക്ടർ, പിന്നെ വർക്കിംഗ് എങ്ങനെയാണ്. ഫോർമർ എംപ്ലോയറിനോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുമ്പ് വർക്ക് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, വർക്ക് ചെയ്തിരുന്ന സാഹചര്യം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്തിരുന്ന നേച്ചറും കാര്യങ്ങളും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ക്യാരക്ടറും കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. These checks are also used to evaluate potential hiring risk for safety and security purpose. സപ്പോസ് നമ്മൾ ഹയർ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അദ്ദേഹത്തിന് റിജക്ട് ചെയ്യും. കാരണം നമ്മുടെ മറ്റ് എംപ്ലോയീസിന്റെ സേഫ്റ്റി നമുക്ക് നോക്കണം. സോ റെഫറൻസ് ചെക്ക് കോമൺലി കണ്ടുവരുന്ന ഒരു ഫോം ഓഫ് എൻക്വയറി, അല്ലെങ്കിൽ ഒരു എൻക്വയറി തന്നെയാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യും. ആ ഒരു കാര്യങ്ങൾ കളക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ജോബിന് ആപ്റ്റ് ആണോ, ജോബ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. Employees and വെരിഫിക്കേഷൻ ത്രൂ മുൻപുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ചിട്ട് മുൻപുള്ള വിവരങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ റിലേഷൻ ടു ദ പ്രീവിയസ് എംപ്ലോയ്മെന്റ്. മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തെ കുറിച്ചിട്ട് ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വർക്ക് വിടാനുണ്ടായ കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ റെഫറൻസ് ചെക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. However, through verification of an individual previous employment reveals several unreported employment, falsification about previous title, duty, and the employment gap. അപ്പോ നമ്മളിങ്ങനെ വെരിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് അവർ പറയാത്ത, നമ്മുടെ കാൻഡിഡേറ്റ്സ് നമ്മളോട് തുറന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അൺറിപ്പോർട്ടഡ് എംപ്ലോയ്മെന്റ്, അദ്ദേഹം വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി അവര് നമ്മുടെ ജോബിന്റെ ടൈറ്റിലോ ഡ്യൂട്ടീസിന്റെ കാര്യത്തിലോ എന്തെങ്കിലും തെറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്, അപ്പം
ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെയാണ് ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തത്. സോ മേ ബി എന്തെങ്കിലും ഇയറിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു റെഫറൻസ് ടിക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഒന്ന് റീഡ് ചെയ്ത റെഫറൻസ് ടിക്ക്. ആ 3 പേര് നോക്കി വെക്കണം കേട്ടോ. റെഫറൻസ് ടിക്കിന്റെ 2 പേര് കൂടി നോക്കണം കേട്ടോ. ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, റീഡ് ചെയ്തോ എല്ലാവരും? നമ്മൾ ഇത് നോക്കുന്നത് പർപ്പസ് ഓഫ് റെഫറൻസ് ടിക്ക് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ടിക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ആപ്ലിക്കൻസ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലും അല്ലെങ്കിൽ സിവിയിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഈ റെഫറൻസ് ടിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസി. ആ ഒരു വ്യക്തി വർക്ക് ചെയ്തിരുന്ന പ്രീവിയസ് എംപ്ലോയറിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും സ്വഭാവവും അല്ലെങ്കിൽ ആ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ആ വർക്ക് അതിൽ ചെയ്തിരുന്ന മുമ്പ് ചെയ്തിരുന്ന വർക്കിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെർവ് ആസ് എ പ്രഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്. റെഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ജോബ് സക്സസ് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വില്ലിംഗ്നെസ് ഓഫ് ദ പാസ്റ്റ് ഓർ പ്രീവിയസ് എംപ്ലോയർ ടു റീഹയർ ദ ആപ്ലിക്കന്റ്. നമ്മള് പ്രീവിയസ് എംപ്ലോയറിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വില്ലിംഗ്നെസ് എങ്ങനെയാണ്, പാസ്റ്റ് എംപ്ലോയറിന്റെ വില്ലിംഗ്നെസ്, അദ്ദേഹം വീണ്ടും ഈ ഒരു ആപ്ലിക്കന്റിനെ റീഹയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ജസ്റ്റ് കാൻഡിഡേറ്റ്സ് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ആ ഒരു എംപ്ലോയറോട് ചോദിക്കുമ്പോൾ അപ്പൊ അദ്ദേഹം ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയും. Purpose of reference check ആണ്. First one is verification of information given by job applicant. Job applicants provide ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും വെരിഫൈ ചെയ്യും. Sometimes job applicants may not give accurate information regarding previous employment. സാധാരണഗതിയിൽ ജോബ് ആപ്ലിക്കൻസ് എല്ലാ ഇൻഫർമേഷൻസും പ്രീവിയസ് എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യാറില്ല. Education is in order to increase their employability. Maybe education കാര്യത്തിലും അവർ കൂടുതൽ പറയാറുണ്ട്. Thus, reference is used to verify the information provided by the candidates regarding previous employment. So, നമ്മൾ റെഫറൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ, അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആണ്.
then character and interpersonal competency. ആ ഒരു വ്യക്തിയുടെ interpersonal skillsഉം ക്യാരക്ടറും നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. If interpersonal skill is essential for any job profile, thus it's that case a separate category should be presented on reference check in in order to obtain detailed information. So, interpersonal skills ഒക്കെ വേണ്ട ഒരു ജോബാണ് HR മാനേജർ, HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ അങ്ങനെയുള്ള ജോബുകൾക്കാണെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഇന്റർപേഴ്സണൽ സ്കിൽസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. For example, HR coordinator, HR executive profile, etc. Check the omission of information. Third point, check the omission of information. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. Sometimes candidates may not give details related to their background because they believe that it will reduce their chance of employment. ചില കേസുകളിൽ ചില എംപ്ലോയീസ് അവരെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പറയില്ല, ചിലത് ഒമിറ്റ് ചെയ്യും. അത് എന്തെങ്കിലും ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. Most of the employers wants to check whether the candidate has any criminal record or not. ക്രിമിനൽ റെക്കോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും ആപ്ലിക്കന്റ് പറയില്ല. സോ റെഫറൻസ് ചെക്കിലൂടെ അദ്ദേഹത്തിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ അത് ഹെൽപ്ഫുൾ ആണ്. Serve as a predictor of job searching. അദ്ദേഹത്തിന്റെ റെഫറൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെ ജോബ് ആപ്ലിക്കൻസിന്റെ മുമ്പ് ചെയ്തിട്ടുള്ള ടാസ്കും ഡ്യൂട്ടീസും അദ്ദേഹത്തിന്റെ എബിലിറ്റി ടു പെർഫോം ദി ജോബ്, ആ ഒരു വർക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ എബിലിറ്റിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ആ ഒരു വ്യക്തി നമ്മുടെ ജോബ് എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ജോബ് സക്സസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. റെഫറൻസ് ചെക്ക് ഈസ് യൂസ്ഡ് ടു predict the ability of the job applicant to perform the task and duties. അപ്പോൾ ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള ടാസ്കും ഡ്യൂട്ടീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ, അതിന് ഏബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാം. Hence, it can be used to forecast job success. നമുക്ക് ജോബ് സക്സസ് ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഫറൻസ് ചെക്ക്. Willingness of the past or current employer to rehire the applicant. ഈ ആപ്ലിക്കന്റിനെ പാസ്റ്റ് എംപ്ലോയർ ഹയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയറെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ജോബിലേക്ക് അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ടുള്ളൊരു എന്താണ് ഓഫർ പാസ്റ്റ് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ആ പാസ്റ്റ് എംപ്ലോയറിന്റെ മുമ്പത്തെ എംപ്ലോയറിലേക്ക് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. If the previous or current employer is eager to rehire the applicant, it helps to get a clear view of the candidate's potential. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വില്ലിങ്നെസ് വല്ലതുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. സോ പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് ആപ്ലിക്കന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, ഇന്റർപേഴ്സണൽ സ്കിൽസ് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം എന്തെങ്കിലും ഇൻഫർമേഷൻ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എബിലിറ്റീസും ക്വാളിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജോബ് സക്സസ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ എംപ്ലോയിനെ പാസ്റ്റ് എംപ്ലോയർ റീഹയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. സോ പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്ക് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ.
Okay, read it. Okay, purpose of reference sticker. ഈ മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് നമ്മൾ നോക്കുന്നത്. കോമൺലി നമുക്ക് നോക്കാനുള്ളത് 5 ടൈപ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക്. ഇന്റർനെറ്റിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, അപ്പൊ അങ്ങനൊരു കമ്പനി ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ടെലിഫോൺ റെഫറൻസ് ചെക്ക് ആണ്. ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ചോദിക്കും. റിട്ടേൺ റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു റെഫറൻസ് ചെക്ക് ആണ്. നമ്മളൊരു ലെറ്റർ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലെറ്റർ കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് സെൻഡ് ചെയ്യും. അവിടെ നിന്ന് റിട്ടേൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അവർ ആൻസർ ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ അയക്കും. പിന്നെ പേഴ്സണൽ റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഏതെങ്കിലും വ്യക്തിയുടെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ അദ്ദേഹത്തിനോട് കോൺടാക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിലാണെങ്കിൽ അത് അവരുടെ എഡ്യൂക്കേഷനിലേക്ക് കാൻഡിഡേറ്റ്സിന്റെ തന്നിട്ടുള്ള ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി അവിടെ പഠിച്ചിരുന്ന വ്യക്തിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അത് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക്. Internet-based reference check is a method of enquiring and checking the information given by the candidate online with the help of a computer. ഒരു കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. In this method, employers use various search engines such as Google, Yahoo പോലുള്ള സെർച്ച് എൻജിൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. To verify that the information provided by the candidates is true or not. അവർ പറഞ്ഞിട്ടുള്ള കമ്പനി ഉണ്ടോ, ആ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നൊക്കെ നമുക്ക് റിമോട്ട് ഏരിയയിലൊക്കെ പോയി സെർച്ച് ചെയ്യാനായിട്ട് പറ്റിയാലോ, അങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. Nowadays, internet-based reference check are becoming popular in India among various organizations because now employer want to make less efforts for റെഫറൻസ് ചെക്ക്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇപ്പോൾ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റെഫറൻസ് ചെക്ക് ആണ് കോമൺലി കാണുന്നത്. കാരണം എംപ്ലോയർക്ക് അധികം ടൈമോ എഫേർട്സോ റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് കുറച്ചുകൂടി പോസിബിൾ ആകുന്നത്. സോ നമ്മൾ നോക്കിയത് ഫസ്റ്റ് വൺ ഈസ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ്. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഹെൽപ്പോട് കൂടി നമ്മളൊരു വ്യക്തിനെ കുറിച്ച് വ്യക്തി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് മാച്ച് ചെയ്ത് നോക്കുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ഗൂഗിൾ or യാഹൂ പോലുള്ള സെർച്ച് എൻജിൻസിന്റെ ഹെൽപ്പോട് കൂടി. ആ കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റ് ആണോ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇന്ന് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക്. Okay, next telephone reference ആണ്. This method is one of the easiest method of reference check. Reference check is ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് ടെലിഫോൺ റെഫറൻസ്. In this method, employer may verify the candidate's information over a phone. നമ്മൾ ഫോൺ കോളിലൂടെ അവർ റെഫറൻസ് കണ്ടക്ട് ചെയ്യുന്നു. A person's reference check allows the employer to assess the tone of the applicant, previous employer, and then determine the truthfulness of the data about the applicant. നമ്മൾ അവരോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടോൺ എങ്ങനെയാണ്, പ്രീവിയസ് എംപ്ലോയറെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാണ് ടെലിഫോൺ റെഫറൻസ് ചെക്ക് ചെയ്യുന്നത്. ടെലിഫോൺ റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് റെഫറൻസ് ചെക്ക് ആണ്. കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ ഫോണിലൂടെ ആ ഇൻഫർമേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എംപ്ലോയറെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ ടോണും കാര്യങ്ങളും നോക്കി നമ്മൾ അതൊന്ന് വിലയിരുത്തും. ദെൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്കും ടെലിഫോൺ ബേസ്ഡ് റെഫറൻസ് ചെക്കും.
Okay. Next reference check ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് റിട്ടേൺ റെഫറൻസ് ചെക്ക് അല്ലെ? നമ്മൾ റിട്ടേൺ ആയിട്ട് നമ്മൾ ലെറ്റർ യൂസ് ചെയ്ത് കാൻഡിഡേറ്റ്സിന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് റിട്ടേൺ റെഫറൻസ് ചെക്ക്. ഇത് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ലെറ്റർ എഴുതാത്ത സെൻഡ് ചെയ്യുക, ആ ഇൻഫർമേഷൻസ് അവര് ഫില്ലപ്പ് ചെയ്ത് തിരിച്ചയക്കുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടൊരു റെഫറൻസ് ചെക്ക് ആണ്. നമുക്ക് നോക്കാം. Written reference. In this method, a letter is used to check or infer the information about the candidates. ഒരു ലെറ്റർ ആയിരിക്കും നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്നത്. A large amount of information is collected by the HR department of the candidates. So, of the candidates previous organization. Previous organization HR departmentil നിന്നായിരിക്കും ഈ പറഞ്ഞ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നത്. Data collected by the HR department and the previous employer of the candidates, those name has been mentioned by the candidates. അപ്പോൾ നമ്മൾ ആ ഒരു HR ഡിപ്പാർട്ട്മെന്റിനോട് നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ആ ഒരു പ്രീവിയസ് എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്യും. അദ്ദേഹത്തിന് നമ്മൾ ലെറ്റർ അയക്കും, ലെറ്റർ റിക്വസ്റ്റ് അയക്കും. ആ ലെറ്ററിൽ പറഞ്ഞാൽ ഇതിന്റെ ഒരു കാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഈ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പോലെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടാവുമായിരിക്കും, അതിൽ ഫിൽ ചെയ്ത് അയക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് റിട്ടേൺ ആയിട്ട് കത്തായിട്ട് അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. The data collected by the HR department and the previous employer to the candidates of the candidates whose name has been mentioned by the candidates. അപ്പോൾ previous employer എന്ന് പറഞ്ഞിട്ട് കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു വ്യക്തിയുടെ പേര് ആ ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ ലെറ്റർ അയക്കുന്നത്. ദിസ് മെത്തേഡ് ഇസ് വെരി ടൈം കൺസ്യൂമിംഗ്. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡ് ആണ് റിട്ടേൺ റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. The question in return request refers should be direct, simple and relating to the job. അപ്പോൾ ഇതില് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ റിട്ടേൺ റിക്വസ്റ്റില് ക്വസ്റ്റ്യൻസ് എന്ത് റിലേറ്റഡ് ആയിരിക്കണം, ആ ഒരു ജോബിനെ കുറിച്ചിട്ട് സിമ്പിൾ ആയിരിക്കണം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം, ഒരുപാട് കാര്യത്തിൽ ചോദിക്കാനൊന്നും പാടില്ല. റിലേറ്റഡ് ടു ജോബ്, ആ ജോബിനെ കുറിച്ചിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. Written reference check should be used for exempt or non-exempt employee. ആ റിട്ടേൺ റെഫറൻസ് ചെക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അവർ എക്സെപ്റ്റ് ചെയ്യണോ നോൺ എക്സെപ്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും, ഉറപ്പ് ചെയ്യാൻ പറ്റും. അവരെ കമ്പനിയിൽ എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് പേഴ്സണൽ റെഫറൻസ്. സാധാരണയായിട്ട് എംപ്ലോയി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പേഴ്സന്റെ ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട്. ആ ഒരു വ്യക്തിയോട് നമ്മൾ കോൺടാക്ട് ചെയ്യും. മേ ബി നിങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൽസോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസോ ആവാം റെഫറൻസ് ചെക്ക് ആയിട്ട് കൊടുക്കുന്നത്. Many organizations give reference forms to the candidates in which the name of known persons are requested. അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിനെ ആയിരിക്കും റെഫറൻസ് ആയിട്ട് വെക്കുന്നത്. ഇറ്റ് ഇസ് എ ലെങ്തി പ്രോസസ് ആൻഡ് സംടൈം ദിസ് പ്രോസസ് ഇസ് നോട്ട് യൂസ്ഫുൾ. ഇതൊരു ലെങ്തി പ്രോസസ് ആണ്. ചില കേസുകളിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ കുറിച്ച് ആളെ എഴുതി വെക്കുന്ന അതായത് നമുക്ക് ഇൻഫ്ലുവൻസ് കാൻഡിഡേറ്റ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിനെ ആയിരിക്കും റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത്. Personal reference check should only be used in those cases where there is no option for any other reference check. Personal reference check യൂസ് ചെയ്യുന്നത് മറ്റൊരു റെഫറൻസ് ചെക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് personal reference check നമ്മൾ യൂസ് ചെയ്യുന്നത്. In this method, employees get a clear picture of the applicant. എംപ്ലോയിക്ക് ആ ഒരു ക്ലിയർ പിക്ചർ ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ പിക്ചർ മനസ്സിലാക്കാൻ പറ്റും. Because this types of reference check is conducted by the people who know very little about the applicant. അപ്പം ഇങ്ങനെയുള്ള റെഫറൻസ് ചെക്ക്, പേഴ്സണൽ റെഫറൻസ് ചെക്ക് കുറച്ചുകൂടി നമ്മൾ ഹെൽപ്ഫുൾ ആണ്. ആ ഒരു കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് നല്ലതാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു റെഫറൻസ് ചെക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എംപ്ലോയീസിന്
get a clear picture of the applicant. Employer ആണോ ഒരു mistake ഉണ്ട്. In this method, employees not employers get a clear picture of the applicant. ആ ഒരു എംപ്ലോയർക്ക് ക്ലിയർ പിക്ചർ കിട്ടും ആപ്ലിക്കന്റിനെ കുറിച്ചിട്ട്. അപ്പോ പീപ്പിളിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നും അറിഞ്ഞുകൂടാ. കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് പേഴ്സണൽ റെഫറൻസ് ചെക്ക് ഹെൽപ്ഫുൾ ആണ്. Education institution case, in this method, the employer can use education institution to verify the candidate's information. അധികം പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാനായിട്ട് പറ്റും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. This method is used to check the integrity of the education record provided by the candidates. Candidates provide ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെ എന്താ പറയാ ഇന്റഗ്രിറ്റി, സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താൻ നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമ്മൾ പറഞ്ഞത് റിട്ടേൺ റെഫറൻസ് ചെക്ക് മുതലാണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഓക്കെ, റീഡ് ചെയ്തോ? ദെൻ നമ്മളെ റെഫറൻസ് ചെക്ക് എന്താണെന്ന് പറഞ്ഞു. റെഫറൻസ് ചെക്കിന്റെ പർപ്പസ് പറഞ്ഞു. മെയിൻ ആയിട്ട് കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ് റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യുന്നത്. Then our reference check in the purpose പറഞ്ഞു. Verify information given by the applicant. Applicant provide ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതിന്റെ ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ വെരിഫൈ ചെയ്യും. ചെക്ക് ദ ഒമിഷൻസ് ഓഫ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. Serves as a predictor of job success. ആ ജോബ് ചെയ്യുമ്പോൾ സക്സസ് എത്രയാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പാസ്റ്റ് എംപ്ലോയർ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ റീഹയർ ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ നോക്കിയിട്ട് മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ്. നമുക്ക് ഡിഫറെന്റ് മെയിൻലി 5 ടൈപ്സ് ആണ് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക്, ടെലിഫോൺ ബേസ്ഡ് റെഫറൻസ് ചെക്ക്, റിട്ടേൺ റെഫറൻസ് ചെക്ക്, പേഴ്സണൽ റെഫറൻസ് ചെക്ക്. ദെൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റെഫറൻസ് ചെക്ക് ചെയ്യണം. ദെൻ റെഫറൻസ് ചെക്ക് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാം, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കും. So next step ആണ് സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണിത്, സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. A selection or hiring decision should be made after interviewing the candidate for the position. Our candidates ആ ഒരു പൊസിഷനിലേക്ക് ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ആ സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നത്.
The employer must identify the candidates is suited for the job. First of all, നമ്മൾ employer എന്ത് ചെയ്യും, our candidates ആ ജോബിന് സ്യൂട്ട് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. Hiring decisions are considered as the most important decision which an employer take. ഒരു employer എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള decision ആണ് എന്ത്, hiring decision എന്ന് പറയുന്നത്. Thus, hiring decision are vital for the success of an organization. ഒരു ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു decision ആണ് എന്ത്, hiring decision. A poor hiring decision can have serious consequence. നമ്മൾ തെറ്റായിട്ടൊരു hiring decision എടുത്താൽ നമ്മുടെ സക്സസിനെയും അല്ലെങ്കിൽ ടേൺഓവറിനെയും അത് അഫക്ട് ചെയ്യും, badly affect ചെയ്യും. Manager must determine whether the candidate is capable of performing the job effectively. നമ്മൾ ആ ഒരു hiring decision എടുക്കുമ്പോൾ മാനേജർക്ക് ഉറപ്പ് വേണം ആ candidates ഈ ജോബ് effectively പെർഫോം ചെയ്യും. Where he or she has all the skill, ആ ഒരു ജോബ് ചെയ്യാനുള്ള സ്കില്ല്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വേണം. And whether he or she has all the skill, experience and education which are essential for the job. ആ ജോബ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ സ്കില്ലും എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വേണം. The following point must be taken into account while making hiring decision. താഴെ പറയുന്ന പോയിന്റ്സും കൂടി നമ്മൾ hiring decision എടുക്കുന്ന സമയത്ത് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും വർക്ക് ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ നോളജ് ആൻഡ് എബിലിറ്റി, അദ്ദേഹത്തിന്റെ വിജ്ഞാനവും കഴിവും, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത്, എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്, ഒരു ലോജിക്കൽ പ്രോബ്ലം എങ്ങനെയായിരിക്കും അദ്ദേഹം സോൾവ് ചെയ്യുന്നത്, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ഒരു HR പൊസിഷനിലേക്കൊക്കെ ആണെങ്കിൽ നല്ല ഇന്റർപേഴ്സണൽ സ്കിൽ ഉള്ള വ്യക്തിനെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടു പെർഫോം ദ ജോബ് ഇൻ ദ കമ്പനി, ആ വ്യക്തിക്ക് എങ്ങനെയുള്ള സ്വഭാവമാണ്, കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണോ, അദ്ദേഹത്തിന് ആ ജോബ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഹയർ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഹയറിംഗ് ഡിസിഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡിസിഷൻ ആണ്. കാരണം selecting a wrong candidates may cause a huge amount of loss to the organization. റോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷന് വളരെ വലിയൊരു നഷ്ടമാണ് വരുന്നത്. സോ നമ്മളപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഹയറിംഗ് ഡിസിഷൻ എടുക്കണം. പുവർ ആയിട്ടുള്ള ഹയറിംഗ് ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. Hiring an appropriate candidate for the organization is a very difficult task. അപ്പോ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാൻ വെച്ചാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ എല്ലാ ക്വാളിഫിക്കേഷനും കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ കണ്ടെത്താൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. If the employer has any doubt about the candidate's ability, നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അദ്ദേഹത്തിന് ആ പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കഴിവില്ല ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹയർ ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ഹ്യൂജ് എക്സ്പെൻഡിച്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്. If the employer has any doubt about the candidate's ability, then he or she should not hire the person. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സണെ ഹയർ ചെയ്യാതിരിക്കുന്നത് നല്ലത്. This is the fundamental rule of making hiring decision. ഇതാണ് hiring decision മെയിൻ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ആണ് ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അദ്ദേഹം ആ ജോബ് പെർഫോം ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ, അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് ആ ഒരു സെക്സും കാര്യങ്ങളും ഹയറിംഗ് ഡിസിഷൻ കറക്റ്റ് ആയിട്ട് അദ്ദേഹം ജോബ് പെർഫോം ചെയ്യുന്നത് ക്രോസ് ചെക്ക് ചെയ്യും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ജോബ് ചെയ്യാൻ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ സ്കില്ലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്നത്. സോ ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. മെനി മാനേജേഴ്സ് ഇന്റർവ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ഇന്റർവ്യൂന്ന് മാറുന്ന പോലെ തന്നെയാണ്. കാരണം ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. കാരണം ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്ത് അദ്ദേഹം റോങ് ആണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന നഷ്ടമുള്ള വലിയ എമൗണ്ട് ഓഫ് ലോസ് ആയിരിക്കും കമ്പനിക്ക് സംഭവിക്കും. സോ സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഓണറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. സോ റീഡ് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? നെക്സ്റ്റ് ആണ് ടിപ്സ് ഫോർ റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. റൈറ്റ് ആയിട്ടൊരു ഹയറിംഗ് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ടിപ്സ് ആണ് നമ്മൾ നോക്കുക. The following tips for making right hiring decision. കറക്റ്റ് ആയിട്ടൊരു ഹയറിംഗ് ഡിസിഷൻ എടുക്കാൻ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ടിപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. Employer must understand the difference between the needs and wants. നമ്മുടെ നീഡ്സ്, നമുക്ക് എങ്ങനെയുള്ള എംപ്ലോയറാണ് വേണ്ടത്, എന്തെല്ലാം വാണ്ട്സ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. It is important for the employer to understand the skills which are necessary to perform the job. നമ്മൾ ഏതൊരു ജോബിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, ആ ജോബ് പെർഫോം ചെയ്യാനായിട്ട് എന്തെല്ലാം സ്കിൽസ് വേണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. Employer must prioritize the skill according to the nature of the job. ആ ജോബിന്റെ നേച്ചർ അനുസരിച്ച് അദ്ദേഹത്തിന് എന്തെല്ലാം സ്കിൽസ് ഉണ്ട് എന്ന് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇതിന്റെ സ്കിൽസ് വേണം. ഒരു അക്കൗണ്ടന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതേപോലെ ഇന്ന സോഫ്റ്റ്വെയർസ് നോളജ് വേണം, അത് വേണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Employer must prepare an interview questions before conducting an interview. Interview കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മറ്റു ടൈം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. He and she should prepare a question guide which must include some behavioral interview questions. നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിഹേവിയറൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. Employer should ask open-ended question with candidates. Open-ended questions കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. Open-ended question helps an interviewer to find how a candidate think and resolve a problem. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളോട് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ തിങ്കിങ്ങും അദ്ദേഹം എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും എംപ്ലോയർക്ക് മനസ്സിലാവാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാവും. Employer should stay away from follow-up question or misleading statement. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മിസ്ലീഡിംഗ് ആയിട്ട് അവരെ ഡൗട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് Employer should ask some probing questions to the candidates. അന്വേഷണമാക്കുന്ന അപ്പൊ നമ്മൾ ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു വ്യക്തിനെ അറിയോ, എന്റെ ഫ്രണ്ടാണ് അവിടെ പഠിച്ചിരുന്നതാണ്, ആളറിയോ, അങ്ങനെ ചോദിക്കണം. It helps in identifying the knowledge and understanding of the candidates. അതായത് നോളജും അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കാൻ പറ്റും. പ്രോബിംഗ് ക്വസ്റ്റ്യൻ ആണ്, അന്വേഷിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതേപോലെ അദ്ദേഹത്തിന്റെ നോളജും അണ്ടർസ്റ്റാൻഡബിലിറ്റി, നമ്മൾ ചോദിച്ച ചോദ്യം എങ്ങനെ മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. Employer should ensure the candidates give relevant information. അപ്പോ നമ്മൾ എംപ്ലോയർ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ്സിന് റെലവന്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. Some candidates access the internet for online interview tips. നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോകുമല്ലേ, ആ സമയത്ത് എന്ത് ചെയ്യും, ഓൺലൈനിലോ ചാറ്റിലോ നോക്കിയിട്ട് ഇന്റർവ്യൂവിന് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഫോർമാറ്റ് അങ്ങനെ പാടി ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അത് കുത്തിയിരുന്ന് എഴുതി പഠിക്കും. ചെയ്തിട്ടുണ്ടോ? എഴുതി പഠിക്കില്ല, വായിച്ചു പഠിക്കുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. ഓൺ ആയിട്ട് സ്വന്തമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇല്ല, നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണാതെ പഠിക്കില്ലേ നിങ്ങള്? ചെയ്തിട്ടില്ല? അത്രേ ഉള്ളൂ. അപ്പൊ ഇന്റർനെറ്റിൽ നിന്നൊക്കെ ഇന്റർവ്യൂ ടിപ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അസിസ്റ്റ് ചെയ്യും. ചിലപ്പോ നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നിർത്താതെ ഫുൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. നമ്മൾ നോക്കുമ്പോ ഇന്റർവ്യൂർ നോക്കുമ്പോ ഫുൾ ഇംഗ്ലീഷ് പെട്ടെന്നായിരിക്കും അതങ്ങനെ സ്റ്റോപ്പ് ആകുന്നത്. പിന്നെ നമ്മള് നമ്മുടേതായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ദാറ്റ് സോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് സംസാരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കുറച്ച് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇന്റർനെറ്റ് ആണോ? അയ്യോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. കാരണം ഫസ്റ്റ് സെൽഫ് ഇന്റർനെറ്റിൽ നിന്ന് നോക്കൂന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ അത് നോക്കണം. കാരണം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ.
please introduce yourself എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം. മൈ നെയിം ഈസ് ഇന്നത്, അല്ലെങ്കിൽ മൈ നെയിം ഈസ് അപർണ, കമ്മിങ് ഫ്രം ഇന്ന സ്ഥലം, ആ ഒരു പ്ലേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്വാളിഫിക്കേഷൻ ഇന്നതാണ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ നമ്മള് ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾ കാണാതെ തന്നെ ബൈനാട്ട് തന്നെ പഠിച്ചിട്ട് പോകും. ബൈനാട്ട് വേണ്ട, സോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. സിമ്പിൾ ആണ്, കാര്യം എഴുതിയൊന്നും പഠിക്കണ്ട. ഇതൊരു നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കാരണം നമുക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനേക്കാളൊക്കെ വാലിഡിറ്റി നമ്മൾ ആ ഇന്റർവ്യൂവില് പെർഫോം ചെയ്യുന്ന രീതിക്കുണ്ട്. നമ്മളെങ്ങനെയാണ് ഇന്റർവ്യൂവില് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ പറയുന്നത് എംപ്ലോയർ ഷുഡ് എൻഷുർ ദാറ്റ് കാൻഡിഡേറ്റ്സ് ഗീവ് റെലവന്റ് ഇൻഫർമേഷൻ. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഓൾറെഡി നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സം കാൻഡിഡേറ്റ്സ് അസസ് ദ ഇന്റർനെറ്റ് ഫോർ ഓൺലൈൻ ഇന്റർവ്യൂ ടിപ്സ്. ചില കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ ഗ്രൂമിംഗ് കേട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂവിൽ നിങ്ങൾ തയ്യാറാക്കുന്നു എന്നൊക്കെ പറയുന്നത്. ചില കാൻഡിഡേറ്റ്സ് ഓക്കെ സെൽഫായിട്ട് പറയുകയാണെങ്കിൽ നല്ലതാണ്. ചില കാൻഡിഡേറ്റ്സ് അങ്ങനെ ആയിരിക്കില്ല, ഓൺലൈനായിട്ടൊക്കെ നോക്കും. അപ്പൊ ചിലപ്പോ ലാംഗ്വേജ് ഒക്കെ നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ നോക്കി പറയുന്നതായിരിക്കും നല്ലത്. അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് വേണം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ. ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം. They are prepared for the interview and well aware of the standard question. അതായത് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് കാൻഡിഡേറ്റ്സിന് ഏകദേശം ഒരു ധാരണ വേണം. Employer should never accept a standard response. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് പറയുന്നതെങ്കിൽ എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. Because an interview is an evaluation to see whether the candidate is suited for the job or not. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷൻ ആണ്. ആ ഒരു കാൻഡിഡേറ്റ്സ് നമ്മുടെ ജോബിന് സ്യൂട്ട് ആണോ അല്ലയോ എന്നുള്ളൊരു ഇവാലുവേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയറിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹയറിംഗ് ഡിസിഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാല് ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സെലക്ഷൻ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. എംപ്ലോയർ ആ ഒരു കാൻഡിഡേറ്റ്സ് ആ ഒരു ജോബിന് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കന്റ് നമ്മുടെ ജോബിന് സ്യൂട്ടബിൾ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹയറിംഗ് ഡിസിഷൻ. ഒരു പുവർ ഹയറിംഗ് ഡിസിഷൻ ആണെങ്കിൽ ദാറ്റ് മേ ബി റിസൾട്ട് കോൺസിക്വൻസസ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ കോൺസിക്വൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാനേജേഴ്സ് എപ്പോഴും ആ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ജോബ് പെർഫോം ചെയ്യുമോ, എഫക്റ്റീവ്ലി അദ്ദേഹം പെർഫോം ചെയ്യുമോ, ആ ജോബ് ചെയ്യാനുള്ള സ്കില്ല്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അദ്ദേഹത്തിന് അതിന്റെ എക്സ്പീരിയൻസ്, വർക്ക് ഹിസ്റ്ററി, നോളജ് ആൻഡ് എബിലിറ്റി, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ആ ഒരു ഡിസിഷനിലേക്ക് മാനേജേഴ്സ് വരുന്നത്. Having an appropriate candidates is one of the most important tasks in selection process. Selection process is an important task. Right ആയിട്ടുള്ള പേഴ്സണെ ഹയർ ചെയ്യാറുള്ളത്. Then നമ്മൾ പറയുന്നത് tips for making right hiring decision. നമ്മൾ ഏത് ടൈപ്പ് എംപ്ലോയിനെയാണ് വേണ്ടത്, അദ്ദേഹത്തിന് റേറ്റ്സ് എന്തെല്ലാം വേണം, അദ്ദേഹത്തിന് എന്തെല്ലാം സ്കിൽസ് വേണം, ആ ജോബ് പെർഫോം ചെയ്യാൻ നേരത്തെ ഒരു ധാരണ വേണം. നമ്മൾ അദ്ദേഹത്തിന്റെ സ്കിൽസിന്റെ പ്രയോറിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം. ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ മുൻപേ പ്രിപ്പയർ ആകണം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. ഇന്റർവ്യൂവർ അല്ലെങ്കിൽ എംപ്ലോയർ ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് ബോധേഡ് ആയിരിക്കാം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതായത് ബിഹേവിയർ വാലുവേറ്റ് ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം. മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. Then probing questions to the candidates. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ആ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ എല്ലാ കാൻഡിഡേറ്റ്സും ചിലപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനല്ല, കുറച്ച് പേരെങ്കിലും ഇന്റർനെറ്റിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് ആ ഒരു കാര്യം എല്ലാ കാൻഡിഡേറ്റ്സിലും ഒബ്സർവ് ചെയ്യുന്നത് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്റർവ്യൂവിൽ ശ്രമിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം റീഡ് ചെയ്തിട്ട് വരാം. താങ്ക് യു ഓൾ. Thank you, ma'am.